നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് മാറിക്കോട്ടെ, നിങ്ങളുടെ സിലബസ് മാറിക്കോട്ടെ, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ മാറിക്കോട്ടെ, നിങ്ങളുടെ നാളത്തെ എക്സാം പേപ്പറിൽ നിങ്ങൾ കാണാൻ പോകുന്ന ഈ ക്വസ്റ്റ്യൻസ് ഇത് തന്നെയായിരിക്കും. ഞാൻ പ്രെഡിക്റ്റ് ചെയ്യാണ് നമ്മളുടെ ആദ്യത്തെ ചാപ്റ്റർ സ്ക്വയേഴ്സ് എന്ന് പറയുന്ന നമ്പേഴ്സിൽ എങ്ങനെ തല കുത്തി പറഞ്ഞാലും നിങ്ങൾ ചോദിക്കാൻ പോകുന്നത് രണ്ട് ടൈപ്പ് മാത്രമാണ്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് സ്ക്വയേഴ്സ് കാണാനാണ് ഇതിൽ പഠിക്കുന്നത്, ഒന്നെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കുക 6.5 സ്ക്വയർ ആയിരിക്കും, അതായത് 0.5 വരുന്ന സ്ക്വയർ ആയിരിക്കും, അല്ലെങ്കിൽ 7.25 അതുപോലെ 0.25, ഒന്നെങ്കിൽ 0.5 വരുന്നതായിരിക്കും അല്ലെങ്കിൽ 0.25 വരുന്നതായിരിക്കും. നിങ്ങൾ ഉറപ്പിച്ചോ, നിങ്ങൾ എഴുതി വെച്ചോ, നാളത്തെ എക്സാം പേപ്പറിൽ ഈ രണ്ട് സാധനം ഇതിൽ നിന്ന് ചോദിക്കാൻ പോകുന്നുള്ളൂ. കൂടുതലൊന്നും നിങ്ങൾക്ക് ഇതിൽ നിന്ന് ചോദിക്കൂല. ഇത് 3 2 ക്വസ്റ്റ്യൻസ് ആയിട്ടായിരിക്കും ഇത് ചോദിക്കുക. അപ്പൊ നോക്കി വെച്ചോ. ഇനി അടുത്ത ചാപ്റ്റർ നമുക്ക് വരുന്നത് ഈക്വൽ ട്രയാങ്കിൾസ് ആണ്, തുല്യ ത്രികോണങ്ങളാണ്. ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ഇതിന്റെ കോൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇതിന്റെ 3 ക്വസ്റ്റ്യൻ വരെ ആൻസർ ചെയ്യാൻ പറ്റും. ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരൊറ്റ കാര്യം എന്ന് പറയുന്നത് എപ്പോഴാണ് ട്രയാങ്കിൾസ് ഈക്വൽ ആവുന്നത്, എപ്പോഴാണ് തുല്യ ത്രികോണങ്ങളാവുന്നതെന്ന് നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണം. നമ്മൾ പറഞ്ഞിട്ടുണ്ട് 3 സൈഡ്സ് ഈക്വൽ ആവും, അല്ലെങ്കിൽ 2 സൈഡും അതിൻ്റെ ഇടയിലുള്ള ആംഗിളും ഈക്വൽ ആവും, അല്ലെങ്കിൽ 2 ആംഗിളും അത് ഉൾക്കൊള്ളുന്ന ആ സൈഡും ഈക്വൽ ആവും. ഈ 3 രീതിയിൽ മാത്രമേ നിങ്ങൾക്ക് എന്താവുള്ളൂ, നിങ്ങളുടെ ട്രയാങ്കിൾ ഈക്വൽ ആവുള്ളൂ. ആ ട്രയാങ്കിൾ എപ്പോഴാണ് ഈക്വൽ ആവുന്നത് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്തായാലും നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ കണ്ടിരിക്കുക. അതുപോലെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന വേറൊരു ക്വസ്റ്റ്യൻ ആണ് ഐസോസ്ലെസ് ട്രയാങ്കിളിൽ നിന്നത്. നിങ്ങൾ എപ്പോഴും ഒഴിവാക്കി വിടുന്ന ഭാഗമാണ് ഐസോസ്ലെസ് ട്രയാങ്കിൾ. ഭയങ്കര എളുപ്പമാണെന്ന് വിചാരിച്ച് ഒഴിവാക്കി വിടും. എന്നാൽ ഇത് ഇവിടെ എഴുതി വെച്ചോ, 100% ഷുവർ ആണ്. ഐസോസ്ലെസ് ട്രയാങ്കിളിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആയിരിക്കും. അതിന്റെ ഒരു ആംഗിൾ തന്നിരിക്കും, ബാക്കി 2 ആംഗിൾസ് എത്രയാണെന്ന് മക്കളോട് ചോദിച്ചിരിക്കും. അതുപോലെ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നിരിക്കും. ക്വാഡ്രിലാറ്ററൽ നിങ്ങളോട് പറയും. ഒരു ക്വാഡ്രിലാറ്ററൽ ഉണ്ടാവും, അതിന്റെ 2 ആംഗിൾസ് തന്നിട്ടുണ്ടാവും, ബാക്കി 2 ആംഗിൾ, ബാക്കി 2 അല്ല അല്ലെ, ബാക്കി 1 2 3 4 ആംഗിൾസ് ഒരു ക്വാഡ്രിലാറ്ററൽ തന്നിട്ടുണ്ടാവും, അതിന്റെ 2 ആംഗിൾസ് തന്നിട്ടുണ്ടാവും, ബാക്കി 4 ആംഗിൾസ്. അവിടെ ഏതൊക്കെ ആംഗിൾ കാണുന്നോ അതൊക്കെ നിങ്ങളോട് ഫൈൻഡ് ചെയ്യാൻ പറയും. നിങ്ങൾ നോക്കി വെച്ചോ, ഓർത്ത് വെച്ചോ. ഒരു ക്വാഡ്രിലാറ്ററൽ ഇതുപോലെയുള്ള ഒരു ഫിഗർ നിങ്ങൾ നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ കണ്ടിരിക്കും. അതുപോലെ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പാരലലോഗ്രാമിനെ കുറിച്ച് 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ 2 കാര്യങ്ങളും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒന്നാമത്തെ ചാപ്റ്റർ പോട്ടെ, അതിൽ നിന്ന് 3 4 ക്വസ്റ്റ്യൻ ചെറിയ മാർക്കിനായിരിക്കും. പക്ഷെ രണ്ടാമത്തെ ചാപ്റ്ററിനായിരിക്കും നിങ്ങൾക്ക് സെക്കൻഡ് എന്ന് പറയാൻ പറ്റുന്ന ചാപ്റ്റർ. അതായത് നിങ്ങൾക്ക് പോളിഗൺ എന്ന് പറയുന്ന ചാപ്റ്ററിനായിരിക്കും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്നത്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വരുന്നത് ഈക്വൽ ട്രയാങ്കിൾ എന്ന് പറയുന്ന ചാപ്റ്ററിനായിരിക്കും അത് കഴിഞ്ഞിട്ട് കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത്. അടുത്ത 3ാമത്തെ ചാപ്റ്റർ നിങ്ങൾ നോക്കിക്കോ, നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നത് റൈറ്റ് 44 ആസ് എ ഡിഫറൻസ് ഓഫ് 2 സ്ക്വയേഴ്സ് ലൈക്ക് ദിസ്. അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു നമ്പർ തരും, ആ നമ്പറിന്റെ 2 ഡിഫറെന്റ് സ്ക്വയേഴ്സിന്റെ ഡിഫറൻസ് ആയിട്ട് നിങ്ങളോട് എഴുതാൻ പറയും. അതുപോലെ റൈറ്റ് ജനറൽ പ്രിൻസിപ്പിൾ ഓഫ് ദിസ് ഓൾജിബ്ര, അതായത് ഇതിന്റെ ജനറൽ പ്രിൻസിപ്പിൾ, അതായത് x-y സ്ക്വയർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതും നിങ്ങളോട് എന്തായാലും ഷുവർ ആയിട്ടും നിങ്ങളോട് എഴുതാൻ പറയും. അതുപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് പ്രൊഡക്റ്റ് ഓഫ് 2 ഡയഗണൽ പെയർസ് ഓഫ് എ നമ്പർ ആൻഡ് ദെയർ ഡിഫറൻസ്. അതായത് നിങ്ങൾക്ക് ഇതുപോലെ കലണ്ടർ ബേസ്ഡ് ക്വസ്റ്റ്യൻ എന്തായാലും ഷുവർ ആണതാ. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ തുറക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കിക്കോ, നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ തുറഞ്ഞ് നിങ്ങൾ വെറുതെ മറച്ചു നോക്കുമ്പോൾ അതിൽ ഒന്ന് നിങ്ങൾ കലണ്ടർ കണ്ടിരിക്കുന്നുള്ളത് ഉറപ്പാണ്, ഷുവർ ആണ്. പിന്നെ നമ്മളുടെ 4ാമത്തെ ചാപ്റ്ററിൽ വരുമ്പോൾ 4ാമത്തെ ചാപ്റ്ററിൽ നിന്നാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാൻ പോകുന്നത് കേട്ടോ. നിങ്ങൾ വിചാരിക്കും 4ാമത്തെ ചാപ്റ്ററിലെ അവസാനല്ലേ ഒഴിവാക്കി വിടാന്ന് വിചാരിക്കും. പക്ഷെ 4ാമത്തെ ചാപ്റ്ററിൽ നിന്നാണ് എൻ്റെ മക്കൾക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാൻ പോകുന്നത്. 4ാമത്തെ ചാപ്റ്റർ നിങ്ങളോട് സം ഓഫ് ആംഗിൾസ് ഷുവർ ആയിട്ടും ചോദിച്ചിരിക്കും. നിങ്ങൾക്ക് സൈഡ്സ് തന്നിട്ട് സം ഓഫ് ആംഗിൾസ് എങ്ങനെയാ എഴുതാ നിങ്ങളോട് ചോദിച്ചിരിക്കും. നമുക്കറിയാം സൈഡ്സ് തന്നാൽ സം ഓഫ് ആംഗിൾസ് കാണാനുള്ള ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. n-2 × 180 എന്ന് പറഞ്ഞിട്ടൊക്കെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. അതൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നു. ഇതെന്തായാലും നിങ്ങളോട് ചോദിച്ചിരിക്കും. ഇനി അടുത്തത് വേറൊന്നെന്ന് പറയുന്നത് നമ്മളുടെ റെഗുലർ പോളിഗണിനെ ബന്ധിപ്പിച്ച് നിങ്ങളോട് ചോദിക്കും. റെഗുലർ പോളിഗണിന്റെ സൈഡ്സ് തരും, എന്നിട്ട് നമ്മളോട് ചോദിക്കും ഹൗ മച്ച് ഈസ് ആൻ ഔട്ടർ ആംഗിൾ ഓഫ് എ പോളിഗൺ ആൻഡ് ഹൗ മച്ച് ഈസ് ആൻ ഇന്നർ ആംഗിളും ഔട്ടർ ആംഗിളും പറയാൻ പറയും. നിങ്ങളോട് റെഗുലർ പോളികളിൽ നിന്നും എന്തായാലും ഷുവർ ആണ് ഒരു ക്വസ്റ്റ്യൻ, ഉറപ്പിച്ചു വെച്ചോ. ഇനി അടുത്തത് നമുക്ക് ഇതാക്കുക, 1 ആംഗിൾ ഓഫ് എ റെഗുലർ പോളിഗൺ തരും, ഹൗ മെനി സൈഡ്സ് ഡസ് ഇറ്റ് ഹാവ്. അതായത് നിങ്ങളോട് ഒരു ആംഗിൾ, റെഗുലർ പോളിഗൺ എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് വരേണ്ട എന്താണ്, എല്ലാ
എല്ലാ ആംഗിൾസും ഈക്വൽ ആണ് അല്ലെ. അപ്പൊ നമ്മളോട് പറയാം 1 ആംഗിൾ ഓഫ് എ റെഗുലർ പോളിഗൺ എന്ന് പറയുന്നത് 168 ഡിഗ്രി ആണെങ്കിൽ അവിടെ എത്ര സൈഡ്സ് ഉണ്ടെന്ന് ചോദിച്ചിരിക്കും. അതായത് നിങ്ങളോട് റെഗുലർ പോളിഗന്റെ ഒരു സൈഡ് തന്നിട്ട് അവിടെ എത്ര ഒരു ആംഗിൾ തന്നിട്ട് റെഗുലർ പോളിഗന്റെ ഒരു ആംഗിൾ തന്നിട്ട് അവിടെ എത്ര സൈഡ്സ് ഉണ്ടെന്നും നിങ്ങളോട് എന്തായാലും ഷുവർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്നാൽ ഇതും കൂടെ നോട്ട് ചെയ്ത് വെച്ചോട്ടോ. നിങ്ങളോട് റെഗുലർ ഹെക്സഗൺ വരയ്ക്കാനും നിങ്ങളോട് പറഞ്ഞിരിക്കും. എന്തെങ്കിലും ഒരു ഡ്രോ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അത് നോക്ക്, ദിവനെ പോലെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും നിങ്ങൾ അവിടെ കണ്ടിരിക്കുക. അപ്പൊ അടിപൊളിയായിട്ട് ഓർത്തു വെച്ചു. ദെൻ അടുത്തതാണ് ഡ്രോ ഹെക്സഗൺ ഓഫ് ഈക്വൽ സൈഡ്, ഡ്രോ ഹെക്സഗൺ ഓഫ് ഈക്വൽ ആംഗിൾസ് ആൻഡ് അൺഈക്വൽ സൈഡ്സ്. അതായത് എങ്ങനെ വന്നാൽ നിങ്ങൾക്ക് ഹെക്സഗൺ വരയ്ക്കാൻ കുറേ രീതിയിൽ ഹെക്സഗൺ വരയ്ക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് മറച്ച് ഇപ്പം തന്നെ നോക്കിക്കോ, നിങ്ങൾക്ക് വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻ ഹെക്സഗൺ ആയിരിക്കും, റെഗുലർ ഹെക്സഗൺ ആയിരിക്കും. അപ്പൊ നോട്ട് ചെയ്ത് വെച്ചോടാ. ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്തായാലും 100% ഷുവർ ആയിട്ടും നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിരിക്കും. ഞാൻ വെറുതെ അങ്ങ് പ്രെഡിക്റ്റ് ചെയ്യല്ല. ഇതുവരെ ഏതൊക്കെ PYQs വന്നോ, നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ മാറി, നിങ്ങളുടെ മറ്റേ ഈ ടെക്സ്റ്റ് ബുക്ക് മാറി ഒക്കെ പറഞ്ഞാൽ കൂടിയിട്ട് നമ്മളുടെ ഈ ഒരു പോളിഗണ്, അതുപോലെ നമ്മളുടെ ഈക്വൽ ട്രയാങ്കിള്, ഈ ചാപ്റ്റേഴ്സ് ഒക്കെ നിങ്ങളുടെ സീനിയേഴ്സും പഠിച്ച ചാപ്റ്റേഴ്സ് ആണ്. അപ്പോൾ ഒരുപാട് കൊല്ലമായിട്ടുള്ള PYQസും അതുപോലെ നമ്മളുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും നോക്കിയിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിരിക്കും. അപ്പോൾ ഇതിന്റെ ആൻസേഴ്സ് ഒക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 7:15 ലൈവിൽ വരിക. 7:15 ലൈവിൽ നമ്മൾ ഇതിൽ ഒറ്റൊന്നും വിടാതെ എല്ലാ ക്വസ്റ്റ്യൻസും അതിൽ ഡിസ്കസ് ചെയ്തിരിക്കും.